ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു വരി ഉരുവിട്ടുകൊണ്ട് കറുക ഞാൻ പറയുന്ന രീതിയിൽ സമർപ്പിച്ചാൽ സകലവിധ തടസ്സങ്ങളും സകലവിധ ദോഷങ്ങളും ഓടി ഒളിക്കും. നമ്മളെ തടയുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന എല്ലാവിധ ദോഷങ്ങളും വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് മാറിക്കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ്? ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു മന്ത്രം പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ മന്ത്രം എന്താണ്, എങ്ങനെയാണ് കറുക സമർപ്പിക്കേണ്ടത്, ക്ഷേത്രത്തിൽ ഏത് കണക്കിലാണ് സമർപ്പിക്കേണ്ടത്, അത് സമർപ്പിക്കുമ്പോൾ അത് നിൽക്കേണ്ട ഒരു രീതിയുണ്ട്. ഗണപതിക്ക് മുന്നിൽ അങ്ങനെ നിൽക്കണം. അതെല്ലാം ഞാൻ പറയുന്നുണ്ട്. ഗണപതിക്ക് തന്നെ ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ, അതായത് എത്ര പരിശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ നടത്തിയെടുത്തവരുണ്ട്. ഞാൻ പറഞ്ഞ ഗണപതിക്ക് പല കാര്യങ്ങളും ചെയ്ത്, അതായത് വിദേശവാസം വർഷങ്ങളോളം ശ്രമിച്ചിട്ട് തടസ്സപ്പെട്ടിട്ട് ശരിയായവർ, അതുപോലെ തന്നെ പലയിടത്തും ജോലി ചെയ്തിട്ട് ഒരു തരത്തിലും രക്ഷപ്പെടാതെ അവസാനം ഞാൻ പറഞ്ഞ ഒരു കാര്യം ഗണപതിക്ക് പക്കനാളിന് തലേ ദിവസം പക്കനാൾ കഴിഞ്ഞ് അങ്ങനെ ചെയ്ത് വിദേശത്ത് ജോലി കിട്ടി, അവിടുന്ന് അമേരിക്കയിലേക്ക് പോകാൻ അവസരം കിട്ടി. അങ്ങനെ ജീവിതത്തിൽ എന്നേക്കുമായി രക്ഷപ്പെട്ടവർ. ഇതൊന്നുമല്ല, ഇത് പുതിയൊരു കാര്യമാണ് പറയുന്നത്. ഈ മന്ത്രം ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറയുവാണ്, ഇങ്ങനെ ഗണപതിക്ക് പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തവരെ അവർ തന്നെ അവരവരുടെ തലവരെ തിരുത്തി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് സശ്രദ്ധം ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക, അപ്പോഴാണത് ഫലമുണ്ടാകുന്നത്. അപ്പോൾ ഞാനത് വിശദമായിട്ട് പറയുന്നുണ്ട്. മുഴുവൻ കേൾക്കണം. ഞാനെന്നല്ല, ആര് പറഞ്ഞാലും മുഴുവൻ കേൾക്കണം. എന്നിട്ട് ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ്. ഞാനൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും ഒരുപാട് വർക്കുകൾ പെൻഡിങ് ഉണ്ട്, തീർന്നിട്ടില്ല. അതിനനുസരിച്ച് കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അത് ഞാൻ 1 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന രീതിയല്ല, സമയമെടുക്കും. അതായത് ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെ പരിശോധിച്ച് ഇഷ്ടദേവത, അതുപോലെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഭദ്രകാളിക്ക് ചെയ്യേണ്ട കാര്യം, ശിവന് ചെയ്യേണ്ട കാര്യം, കൃഷ്ണന് ചെയ്യേണ്ട കാര്യം, ചെയ്യേണ്ട ദിവസം, ചെയ്യേണ്ട കണക്ക്, ചെയ്യേണ്ട രീതി, ശരനൂൽ വിദ്യ ശിവവിദ്യയാണ്, ശാസ്ത്രവിദ്യ. അതുകൊണ്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാ മന്ത്രങ്ങളും ചൊല്ലിയാൽ പറ്റത്തില്ല. ഇപ്പോൾ ചിലർ കൈരേഖ അനുസരിച്ച്, ഗ്രഹനില അനുസരിച്ച്, സംഖ്യാജ്യോതിഷമൊക്കെ അനുസരിച്ച് അവർ ചൊല്ലേണ്ട മന്ത്രങ്ങൾ കാണും, അത് ചെല്ലേണ്ട രീതി കാണും, ചെല്ലേണ്ട സമയം കാണും, അതിൻ്റെ പുറകിലുള്ള ചില രഹസ്യങ്ങൾ കാണും. അത് മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് ഫലമുണ്ടാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സമയമെടുത്താണ് ചെയ്യുന്നത്. അതൊക്കെ ഇത് വാട്സപ്പിൽ ഇപ്പോൾ ഒരാഴ്ചയായി മെസ്സേജ് എടുക്കുമ്പം റിപ്ലൈ ചെയ്യും, എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും. എൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് ചെയ്യാതിരിക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. രാവിലെ ഗണപതിയുടെ നടയിൽ കറുകമാല തന്നെ വേണം. കറുകമാലയായിട്ട് കറുകമാല ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഉപപ്രതിഷ്ഠയാണെങ്കിലും മതി. ഉപപ്രതിഷ്ഠയാണെങ്കിൽ പ്രധാന ദേവനല്ലേ ദേവിക്ക് ഒരു എണ്ണയോ മാലയോ അർച്ചനയോ സമർപ്പിച്ചിട്ട് ഉപപ്രതിഷ്ഠയുള്ള ഉപദേവന് സമർപ്പിക്കാവുള്ളൂ കേട്ടോ. അതാണ് പെട്ടെന്ന് ഫലം കിട്ടുന്നത്. അപ്പം ഗണപതിക്ക് കറുകമാല നിങ്ങൾ കയ്യിൽ പിടിച്ച് ഇടതുകാൽ അല്പം മുന്നോട്ട് വെച്ച് ഓം ശ്രീ വിഘ്നേശ്വരായ നമ. ഇനി ഇത് എഴുതേണ്ട കാര്യമില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയേണ്ട കാര്യമില്ല, ക്ലിയറായി വ്യക്തമായിട്ടാണ് പറഞ്ഞു വന്ന്. എങ്കിലും ഒന്നുകൂടി പറഞ്ഞുതരാം. ഓം ശ്രീ വിഘ്നേശ്വരായ നമ. അപ്പം ഇത് ജപിച്ച് ഒരു 3 തവണ ജപിച്ച് ഇടതുകാല് മുന്നോട്ട് വെച്ച് 2 കൈകളിലും കൂട്ടി കറുകമാല പിടിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യം എന്താണോ അത് വ്യക്തമായിട്ട് ഒരു കാര്യം പറയാവുള്ളൂ, വാ കൊണ്ട് ഉച്ചരിച്ച് പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഗണപതിയുടെ നടയിൽ വെക്കുക. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ ഒന്നും ഞാൻ വെച്ച ശരിയായോ, പറഞ്ഞ ശരിയായോ, ഞാൻ നിന്ന ശരിയായോ, ഒന്നും ചിന്തിക്കരുത്. ഇങ്ങനെ അടുപ്പിച്ച് 12 ദിവസം ചെയ്യുക. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ, പൂർണ്ണ ഭക്തിയോടെ, പൂർണ്ണ സമർപ്പണത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ ഗണപതി ഭഗവാൻ നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റിത്തരും. നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് എന്തു തന്നെയാണേലും ഭഗവാൻ അതൊക്കെ മാറ്റി നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും, നിങ്ങളുടെ കാര്യസാധ്യം ഉണ്ടാക്കും. നിങ്ങളുടെ ശത്രു ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളായിരിക്കാം.
അല്ലെങ്കിൽ പലവിധ സമയദോഷങ്ങളായിരിക്കാം. ഞാൻ സമയദോഷങ്ങളെയാണ് ഇവിടെ ശത്രു എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ സമയദോഷങ്ങളായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ആ സമയദോഷങ്ങളെയൊക്കെ മാറ്റി ഭഗവാൻ നിങ്ങളുടെ കാര്യം നടത്തി തരും. അതാണ് ഈ കറുകമാല. എങ്ങനെയാണ് ഇടതുകാൽ അല്പം മുന്നോട്ട് വെച്ച് ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ഇടതുകാൽ അല്പം മുന്നോട്ട് വെച്ച് 2 കൈകളിലും കറുകമാല വെച്ച് ഈ പറഞ്ഞ രീതിയിൽ സമർപ്പിച്ചാൽ ഭഗവാൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും, നിങ്ങളുടെ തടസ്സം മാറ്റിത്തരും. അടുപ്പിച്ച് 12 ദിവസം. അതൊരു കണക്കാണ് കേട്ടോ. ഏതും ഒരു കണക്ക് ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. ഈ കാരണം എന്നാണെന്നറിയാവോ? ഈ കണക്ക് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ബോധം അതിനോട് പ്രതികരിക്കുന്നത്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. ഞാനത് ഒന്നുകൂടി പറഞ്ഞുതരാം, കാരണം നിങ്ങൾക്കത് പ്രയോജനം കിട്ടും. ഒരു കാര്യം മനസ്സിലാക്കി ചെയ്യുന്നതും മനസ്സിലാക്കാതെ ചെയ്യുന്നതും രണ്ട് ഫലമാണ്. ഇപ്പം ഞാൻ ക്രിയായോഗ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. അപ്പോൾ എന്നോട് എൻ്റെ ഗുരു പറഞ്ഞു, ഇങ്ങനെ വേണം ശ്വാസം എടുക്കാൻ, ഇങ്ങനെ വേണം ശ്വാസം വിടാൻ. അതൊരു പ്രത്യേക ശ്വസന രീതിയാണ് ക്രിയായോഗ. അവിടെ അത് ഗുരു എനിക്ക് ആ കാര്യകാരണം അനുസരിച്ച് അത് വിശദമാക്കി തന്നുകൊണ്ടാണ് എനിക്കത് പ്രയോജനപ്പെടുന്നത്. അല്ലാതെ ഇപ്പം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടോ ഞാൻ ചെയ്തുകൊണ്ടോ എനിക്കത് ബലമാകണമെന്നില്ല. അതിനാ വിദ്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഗുരുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിയായിട്ട് ഗുരു എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടും ഞാനത് മനസ്സിലാക്കി എടുത്തുകൊണ്ടുമാണ് എനിക്കത് അനുഭവത്തിൽ ആ യോഗ ചെയ്യുമ്പോൾ അനുഭവം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഇത് 12 ദിവസം ചെയ്യണമെന്ന് പറഞ്ഞു, അതിൻ്റെ പുറകിലുള്ള കാര്യം മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ യാന്ത്രികമായിട്ട് ചെയ്ത ഒരു കാര്യമില്ല. ഞാനെന്നല്ല ആര് പറഞ്ഞാലും നിങ്ങളത് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ പൂർണ്ണ സമർപ്പണത്തോടെ ഭക്തിയോടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? ഒരു കാര്യം ചെയ്തിട്ട് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നതല്ല വിശ്വാസം, പറയാതിരിക്കുന്ന വിശ്വാസം. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയോ പറയാതിരിക്കുകയോ ചെയ്യുന്നതാണ് വിശ്വാസം. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക, പറയുക സംശയമുള്ളതുകൊണ്ടാണ്. അതാണ് വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞത്. ഉറച്ച വിശ്വാസം വേണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നത്. പിന്നെ എനിക്കും രക്ഷപ്പെടണം, എനിക്ക് ജീവിക്കണം, എൻ്റെ ജീവിതം മാറണം എന്ന ആഗ്രഹം കൂടെ വേണം. എന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ചിന്ത വേണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അല്ലാതെ ആർക്കാനും വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല, യാന്ത്രികമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഇനി കണക്കിൽ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞുതരാം. അതായത് ഇവിടെ നിങ്ങൾ രാവിലെ ഒരു 3 മണിക്ക് അല്ലെ 4 മണിക്ക് അല്ലെ 5 മണിക്ക് അലാം വെക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ദിവസവും ഒരു 4 മണിക്കല്ലേ, ദിവസവും ഒരു 5 മണിക്കെന്ന് ഇരുന്നോട്ടെ, ഒരു 5 മണിക്ക് ഉദാഹരണത്തിന് നിങ്ങൾ അലാം വെക്കുന്നു. ഇങ്ങനെ പല ദിവസം വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ അലാം വെച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ വെക്കാത്ത ദിവസവും ഈ 5 മണിക്ക് എഴുന്നേക്കും. ആ അലാറം വെച്ച് എഴുന്നേക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേക്കും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളുടെ ശരീരം അതിനോട് പ്രതികരിക്കുന്നു, നിങ്ങളുടെ ബോധം അതിനോട് പ്രതികരിക്കുന്നു, നിങ്ങളുടെ മനസ്സ് അതിനോട് പ്രതികരിക്കുന്നു. അതുകൊണ്ടാണ് ആരും വിളിച്ചിട്ടില്ല തന്നെ എഴുന്നേക്കുന്നത്. അത് സൈക്കോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും സൈക്കോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ബോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ബോധം പ്രതികരിക്കുന്നതാണ്. അങ്ങനെ ഈ കൃത്യമായിട്ടൊരു കണക്കിൽ ചെയ്യുന്നതെല്ലാം ഒരു മെഷർമെൻറ്റാണ്. ഇപ്പം ഇന്ന് 5 മണിക്ക് എഴുന്നേൽക്കുന്നു, നാളെ രാവിലെ 5 മണി വരെയുള്ള അത്രയും മണിക്കൂർ, അതൊരു മെഷർമെൻ്റ്, ഒരു കണക്കാണ്. ആ കണക്കിനോടാണ് ശരീരം പ്രതികരിക്കുന്നത്, ആ മെഷർമെൻറ്റിനോടാണ് നമ്മുടെ ബോധം പ്രതികരിക്കുന്നത്. ഇങ്ങനെ ഏതൊരു കാര്യവും കൃത്യമായി ഒരു കണക്കിൽ ചെയ്താൽ അതിനോട് മനസ്സ് പ്രതികരിക്കും, അതിനോട് ബോധം പ്രതികരിക്കും, നിങ്ങളുടെ ഉള്ളിലെ ആ സബ് കോൺഷ്യസ് മൈൻഡും അതിനോട് പ്രതികരിക്കും. അതുകൊണ്ടാണ് അത് ഫലം കിട്ടുന്നത്. ചിലരോട് പറയും വെള്ളിയാഴ്ചകൾ നിങ്ങൾ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ ഓരോ വെള്ളിയാഴ്ച അതൊരു കണക്കാണ്. ആ കണക്ക് ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അല്ലെ വ്യാഴാഴ്ചകൾ, അല്ലെ മലയാള മാസം 1-ാം തീയതി, ഇതെല്ലാം ഒരു കണക്കാണ്. ആ കണക്കിൽ ആവർത്തിക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ ആ കാര്യം, നിങ്ങളുടെ മനസ്സ് തന്നെ ആ കാര്യത്തോട് ഒരു പ്രതികരണം ഉണ്ടാകുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ആ കാര്യസാധ്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിൻ്റേതായ ഒരു കണക്കുണ്ട്. ആ കണക്ക് ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നത്. ശ്വാസം എടുക്കുകയും പിടിക്കുകയും വിടുകയും വെളിയിൽ നിർത്തുകയും ചെയ്യുന്നതിനൊരു കണക്കുണ്ട്. പലരും പല കണക്കാണ്, പല ഗുരുനാഥന്മാരും പല കണക്കാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കണക്ക് ചെയ്യുമ്പോഴാണ് ഈ ശ്വാസത്തിന് മേലൊരു സ്വാധീനം വരുന്നത്. അല്ലാതെ വെറുതെ ശ്വാസം എടുത്ത് പിടിച്ചാൽ ആ ശ്വാസത്തിന് സ്വാധീനം ഉണ്ടാകത്തില്ല, പ്രാണായാമം ശരിയാകത്തില്ല. അതിന് പല കണക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ കണക്കിൽ അത് ചെയ്യുമ്പോഴാണ്
അത് ഫലമായിട്ട് വരുന്നു. അപ്പോൾ അത് എല്ലാം കണക്കിലാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളറിയാതെ പോലും ആണെങ്കിലും നമ്മുടെ എല്ലാത്തിനും കണക്കുണ്ടെന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. ഇപ്പം എൻ്റെ ഒരു സംസാരം അല്ലെ വേറൊരാളുടെ ഒരു സംസാരം, ആ സംസാരം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സംസാരത്തിൽ ഞാൻ എൻ്റെ നീട്ട് അല്ലെ കുറുക്ക്, ആ സ്ലാങ് അല്ലെ സംസാരിക്കുമ്പോഴുള്ള ആ ട്യൂണ്, ഇപ്പം നീട്ടി സംസാരിക്കുക, ചില വാക്കുകൾ കുറുക്കി സംസാരിക്കുക, അല്ലെ ചിലത് സംസാരിച്ച് കഴിയുമ്പോൾ ഒരു നീട്ട് വരിക, അതെല്ലാം ഒരു മെഷർമെൻ്റ്, ഒരു കണക്കാണ്. അതാണ് നമുക്കൊരു വ്യക്തിയുടെ സംസാരം കേൾക്കുമ്പോൾ, ആ വ്യക്തിയുടെ നടത്തം കാണുമ്പോൾ ഒക്കെ അതൊരു കണക്കാണ്. എല്ലാം കണക്കിലാണ്. എല്ലാം മാത്തമാറ്റിക്സിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് എല്ലാം ഒരു ബിഗ് സീറോ തന്നെയാണ്. എല്ലാം മാത്തമാറ്റിക്സിലാണ്. ഇപ്പം എല്ലാം ഒരു മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫിഗേഴ്സ് അല്ല നമ്മൾ കണക്കൂട്ടേണ്ടത്, ആ മെഷർമെൻ്റായിട്ട് കണക്കൂട്ടണം. അതിന് എല്ലാം ഒരു കണക്ക് ചെയ്യുമ്പോഴാണ് ബലമുണ്ടാകുന്നത്. നമ്മളൊരു വീട് വെക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീട് വെക്കാം. എന്നെ ആരെങ്കിലും കയ്യെ പിടിക്കുമോ? ഒന്നും ചെയ്യത്തില്ല. നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല, പറ്റും. പക്ഷേ നമ്മൾ ആ കണക്കിനൊത്ത് വെക്കുമ്പോഴാണ് അത് നമുക്കൊരു ഐശ്വര്യമായിട്ട്, നമ്മുടെ മനസ്സിനൊരു സന്തോഷമായിട്ട്, നമ്മൾ ആ വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം തോന്നണം, അല്ലേ? അപ്പോൾ ആ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം വീട്ടിലാണ് ചിലവഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം തോന്നുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ അത് പ്രതിഫലിക്കും, നമ്മുടെ ചിന്തകളിൽ അത് പ്രതിഫലിക്കും, നമ്മുടെ സംസാരത്തിൽ അത് പ്രതിഫലിക്കും, നമ്മുടെ ഇടപെടലിൽ അത് പ്രതിഫലിക്കും. ഇതൊക്കെ ആകത്തുകയാണ് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക അല്ല ഉയർച്ച, തൊഴിൽ നേട്ടം, ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പം വീട് പണിയുമ്പോൾ വായു നല്ല രീതിയിൽ കയറി ഇറങ്ങി പോകത്തക്ക രീതിയിൽ വാതിലുകൾ സെറ്റിൽ ചെയ്യുന്നു. അതുപോലെ സൂര്യപ്രകാശം ശരിക്ക് എത്തുന്ന രീതിയിൽ വീട്ടിലെ പാചകശാല അല്ലെങ്കിൽ അടുക്കള സെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോന്നും ആ കാറ്റ്, വായു, സൂര്യപ്രകാശം ഇതിനൊക്കെ അനുസരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നവർക്ക് നല്ല ഊർജം, നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകും. ഇപ്പം വീടുകൾ ഒരു പണ്ടുള്ള വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ പൊക്കം കുറഞ്ഞ വീടുകളാണ് പലതും. അതിൽ താമസിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം തീരെ പൊക്കം കുറഞ്ഞ വീടുകൾ, ഇപ്പോൾ എല്ലാം പൊക്കം സാമാന്യം ഉള്ള വീടുകളാണ് വയ്ക്കുന്നത്, മുറികൾക്ക് ഒരുമാതിരി പൊക്കം. അപ്പോൾ കൂടുതൽ അത് ഓക്സിജൻ അതിലേക്ക് കയറും, അപ്പോൾ നമ്മുടെ ചിന്തയെ അത് ബാധിക്കും, നമുക്ക് നല്ല ഗുണമുണ്ടാകും. ഇങ്ങനെ ഏത് കാര്യവും കണക്കിലാണ് ചെയ്യേണ്ടത്, ഏതും. അപ്പം ഞാൻ ക്രിയായോഗം ചെയ്യുന്നതാണേലും എൻ്റേതായ ഒരു കണക്കിലാണ് ചെയ്യുന്നത്. ഒരു സമയത്ത് തന്നെ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു കണക്കിൽ ചെയ്യുന്നു. ആ ഒരു താളമുണ്ട്, ആ കണക്കിനെയാണ്. അപ്പം നമ്മൾക്ക് ഏതൊരു കാര്യത്തിനും നമ്മുടെ കാര്യത്തിന് മേൽ നമുക്കുള്ള ഒരു കണക്കിനെയാണ് നമ്മളുടെ താളം എന്ന് പറയുന്നത്. ഒരു താളത്തിലാകുമ്പോഴാണ് എന്തോ ഒരു ആസ്വാദികരമാകുന്നത്, ഒരു അനുഭവമാകുന്നത്. ഇപ്പോൾ നമ്മളൊരു ഷർട്ട് ഇടുന്നു, അപ്പോൾ ആ ഷർട്ടിന് അനുസരിച്ച് നമ്മൾ വാച്ച് ധരിക്കുന്നു, അല്ലെങ്കിൽ ഷർട്ടിനനുസരിച്ചുള്ള പാൻറ്റ് ധരിക്കുന്നു. അപ്പോഴതൊരു ഭംഗിയായിട്ട് വരുന്നു. കാരണം അതൊരു ഒരു കണക്ക് വരുമ്പോഴാണ്, ഓരോന്നിനും അനുസരിച്ച് ഓരോ കാര്യങ്ങൾ വരുമ്പോഴാണ് അതൊരു നല്ല ആസ്വാദ്യകരമാകുന്നത്, കണക്കിൽ വരുന്നത്. അപ്പോൾ ഇത് കണക്കിലാണ് എല്ലാം. എല്ലാം ഒരു കണക്ക് ചെയ്യുമ്പോഴാണ് ബലമുണ്ടാകുന്നത്. കണക്കെന്ന് പറഞ്ഞാൽ അക്കങ്ങൾ മാത്രമല്ല, അതൊരു മെഷർമെൻ്റായിട്ട് അതിനെ കണക്കാക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ രഹസ്യം. ഒരു യോഗവിദ്യ ആണെങ്കിലും ഒരു വഴിപാടാണെങ്കിലും നിങ്ങൾ അതൊരു കണക്ക് ചെയ്ത് നോക്കുക, ബലമുണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞു ഇടതുകാലം മുന്നോട്ട് വയ്ക്കായിരുന്നു. ഇടതുകാലം മുന്നോട്ട് വയ്ച്ചാൽ വലത് കല ഓടും. ശരനൂൽ വിദ്യ, ക്ഷിപ്രകാര്യം, ക്ഷിപ്രസാധ്യമാണ്, പെട്ടെന്ന് കാര്യം സാധിക്കും. അത് ശിവവിദ്യ, എൻ്റെ വിദ്യയല്ല, ഭഗവാന്റെ വിദ്യ. അത് മഹർഷീശ്വരന്മാരിൽ നിന്നൊക്കെ നമുക്ക് കൈമാറി വന്നിട്ടുള്ള വിദ്യകളാണ്. എൻ്റെ ഗുരുനാഥനും ശരനൂൽ വിദ്യ നന്നായിട്ട് കൈകാര്യം ചെയ്യുമായിരുന്നു. അപ്പം ഈ ശ്വാസവിദ്യയാണത്. അപ്പം നിങ്ങളിപ്പോൾ ശ്വാസത്തെ ചെയ്തില്ലെങ്കിലും ഇടത് കൈ ഇങ്ങനെ അനുസരിച്ച് നമ്മൾ ഈ ശരം അതിനനുസരിച്ച് ശ്വാസം അനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാം. ഇപ്പോൾ ഇടതുകാലം മുന്നോട്ട് വെക്കുമ്പോൾ വലതുകാലം പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ അറിവിന് വേണ്ടി പറഞ്ഞതാണ്. ഒരു കാര്യം ഞാനെന്നല്ല, ആര് പറഞ്ഞാലും ഒരു കാര്യം മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കി ചെയ്യുമ്പോഴേ അതിന് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്താലും ആ കാര്യം നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ അത് കിട്ടുന്നിടം വരെ നിങ്ങൾ അന്വേഷിക്കണം ശരിയായിട്ടുള്ള. ഞാൻ ആദ്യമൊക്കെ ഈ മലയാള മാസം 1-ാം തീയതിയുടെ പ്രാധാന്യം ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആരുടെയും നിന്നും കറക്റ്റായിട്ട് ഒരു ഉത്തരം എനിക്ക് കിട്ടിയില്ല. ഞാൻ ചോദിച്ചവരിൽ നിന്ന് ആരിൽ നിന്നും കിട്ടിയില്ല. ഞാൻ പലരോടും ചോദിച്ചു മലയാള മാസം 1-ാം തീയതി എന്താണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പം പലരും പറഞ്ഞത് 1-ാം തീയതി നല്ലതാണ്, പോകാം, അമ്പലത്തിൽ ചെയ്യാം, നല്ലതാണല്ലോ. വ്യക്തമായ
എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു ഉത്തരം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാനത് കണ്ടെത്തുകയായിരുന്നു. മലയാള മാസം 1-ാം തീയതിയുടെ രഹസ്യം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. മലയാള മാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ പുതിയ ഒരു മാസത്തിൻ്റെ തുടക്കം, പുതിയ ഒരു തുടക്കം. അത് ഈശ്വരചിന്തയോടുകൂടി തുടങ്ങിയാൽ ആ മാസമൊക്കെ അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതാണ് അതിൻ്റെ രഹസ്യം. അതുപോലെ മലയാള മാസം 1-ാം തീയതി നമ്മൾ ക്ഷേത്രദർശനം നടത്തി കഴിഞ്ഞാൽ ആ പുതിയൊരു തുടക്കം ഈശ്വരചിന്തയോടുകൂടി ആകുമ്പോൾ അത് നല്ലൊരു തുടക്കമായിരിക്കും. അത് നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു ചിന്തയാണ്. അതിനെ നമ്മൾ കൂടുതൽ ആ ചിന്തയ്ക്ക് നമ്മൾ അനുസൃതമായി പ്രവർത്തിക്കുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട്. അതിന് പാരലായിട്ട് അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. അതിന് കോൺട്രാവേഴ്സായിട്ട് എഗനസ്റ്റായിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ അത് നമ്മളെ മാനസികമായ ടെൻഷനും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകും. നമ്മുടെ മനസ്സിലുള്ള വിശ്വാസങ്ങൾക്ക് അത് എന്തുമായിക്കോട്ടെ അനുസൃതമായിട്ട് ഉള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ ഈ ഈശ്വരൻ നന്മയുടെ പ്രതീകമായിട്ട് നമ്മൾ ഈശ്വരനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഈശ്വരൻ ആ 1-ാം തീയതി ആ ഏത് ക്ഷേത്രമായിക്കോട്ടെ ദർശനം നടത്തുന്നു. പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് 1-ാം തീയതി ദർശനം നടത്തണമെന്നാണ് ഞാൻ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പുതുവസ്ത്രം, അതെന്തിനാണ് പുതുവസ്ത്രം ധരിക്കുന്നത്? പുതിയ വസ്ത്രം ധരിക്കുമ്പം പുതിയൊരു അനുഭവമാണ്, അത്ര തന്നെ. പുതിയൊരു അനുഭവം എന്ന് പറയുമ്പോൾ പുതിയ അനുഭവങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ എപ്പോഴും ആക്റ്റീവ് ആക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള മനസ്സിനെ എപ്പോഴും ഉണർത്തുന്ന പുതിയ അനുഭവങ്ങളാണ്. പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ കളികളോട് ഗെയിംസിനോട് കൂടുതൽ താല്പര്യം വരുന്നത്. കാരണം ഒരു പ്രാവശ്യം കളിച്ച കളിയല്ല അടുത്ത പ്രാവശ്യം കളിക്കുന്നത്, വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് ഈ കളികളോട് മനുഷ്യനെ ഗെയിംസിനോട് ഏറ്റവും കൂടുതൽ താല്പര്യം വരുന്നത്. ഓരോ കളിയും വ്യത്യസ്തമാണ് അനുഭവം. ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ അതേ രീതിയിലായിരിക്കത്തില്ല അടുത്ത തവണ കളിക്കുമ്പം, അതൊരു വ്യത്യസ്ത അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ ഗെയിമിങ്ങിൻ്റെ പുറകെയാണ് കൂടുതലും. ഇന്ന് പല ബുദ്ധിശാലികളും ഗെയിമിങ്ങിൻ്റെ സാധ്യത മനസ്സിലാക്കി എല്ലാ കാര്യത്തിലും ഒരു ഗെയിമിങ്ങിൻ്റെ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇച്ചിരി തലയുള്ളവർ ചെയ്തിരിക്കുന്ന കാര്യമാണ്. എല്ലാ കാര്യത്തിലും ഗെയിമിങ്ങിൻ്റെ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മനുഷ്യ മനസ്സുകളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ മനുഷ്യന് പുതിയ അനുഭവങ്ങളാണ് മനുഷ്യനെ എപ്പോഴും ആകർഷിക്കുന്നത്. പുതിയ ഒരു പാട്ട് കേൾക്കുക, പുതിയ ഒരു കാഴ്ച കാണുക, പുതിയ ഒരു കാര്യം കേൾക്കുക, പുതിയ ഒരു കാര്യം ചെയ്യുക, ഇതൊക്കെ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നതും സമയം ചിലവാക്കുന്നതും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓരോ എൻ്റർടൈൻമെൻ്റ് ആകുന്നത് പുതിയ അനുഭവം ആകുമ്പോഴാണ്. പുതിയ സ്ഥലങ്ങൾ കാണാൻ പോവുക, ഇതൊക്കെ അതുകൊണ്ടാണ്. പുതിയ കാഴ്ചകൾ കാണാൻ പോവുക, ഇതൊക്കെ അതുപോലെയാണ്. പുതുവസ്ത്രം ധരിക്കുമ്പോഴും പുതിയ അനുഭവമാണ്. അങ്ങനെ മലയാള മാസം 1-ാം തീയതി ഒരു ഈശ്വര ദർശനം, ഒരു ക്ഷേത്ര ദർശനം പുതുവസ്ത്രത്തോടു കൂടി ചെയ്യുമ്പോൾ ഒരു മാസത്തിൻ്റെ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ അനുഭവത്തോടെ. പുതുവസ്ത്രം പുതിയ അനുഭവമാണ് അല്ലേ, മനസ്സിനൊരു പുതിയ ഒരു അനുഭവമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ആ ഈശ്വരാധീനവുമായി ഈശ്വരചിന്തയുമായി കണക്റ്റ് ആകുമ്പോൾ അത് ഡിവൈനായിട്ടുള്ള ഒരു ഡിവൈൻ ഫീലിങ്സ് ആവും, അല്ലെങ്കിൽ ഒരു ഡിവൈനായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. അങ്ങനെ ഒരു ഈശ്വരീയമായ അനുഭവമാകുമ്പോൾ ഈശ്വരീയമായ അനുഭവങ്ങൾ എപ്പോഴും നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യും. കാരണം നന്മയുടെ ഭാഗമായി ഈശ്വരീയമായി, കൃഷ്ണനായിക്കോട്ടെ ശിവനായിക്കോട്ടെ ഏത് ദേവതയും നന്മയുടെ ഒരു ഭാഗമാണ്. അപ്പം നമ്മളിലേക്ക് നന്മകൾ വരും. നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ ആത്മവിശ്വാസം ഉണ്ടാകും, നമ്മുടെ ബുദ്ധി തെളിയും, ബുദ്ധി ഷാർപ്പാകും. ഇതൊക്കെയാണ് നമ്മൾ ശരിയായിട്ടൊരു വിശ്വാസം, ഏത് വിശ്വാസമായിക്കോട്ടെ ഒരു വിശ്വാസം ശരിയായിട്ട് നന്മയോടുകൂടി വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ. അതുകൊണ്ടാണ് 1-ാം തീയതി ക്ഷേത്രദർശനം പുതുവസ്ത്രത്തോടു കൂടി ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി, ഏത് കാര്യവും മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് പ്രയോജനമുണ്ടാകുന്നത്. അല്ലാതെ ആര് പറഞ്ഞാലും കേട്ടവാദി കേൾക്കാത്ത വാദി പോയി ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. ഞാൻ പണ്ട് എന്നെ ഹസ്തരേഖ പഠിപ്പിച്ച ഹസ്തരേഖ ഞാൻ പഠിച്ചുകൊണ്ട് പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇടത് കൈ സ്ത്രീകളുടെ എന്തുകൊണ്ടാണ് ഇടത് കൈ നോക്കുന്നത്? അപ്പോൾ എന്നോട് എനിക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ബോധ്യമാകുന്നൊരു ഉത്തരം കിട്ടിയില്ല. എനിക്ക് ബോധ്യമാകുന്ന കിട്ടിയാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്താണെന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു, പഠിച്ചു. ഇടത് കൈ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് നോക്കുന്നത്? പലരും പറഞ്ഞത് ഇടത് കൈ നോക്കുന്നു, അത് പണ്ട് തൊട്ടേ അങ്ങനെയാണല്ലോ, പിന്നെ ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇടത് കൈയിൽ
നമ്മളുടെ സഹജമായ സ്വഭാവമാണ്. പേടി, ഭയം, നമ്മളുടെ സെക്യൂരിറ്റി ഫീലിങ്സ്, ഇതൊക്കെ ഇടത് കൈയിൽ സഹജമായ സ്വഭാവം, നമ്മുടെ ഉള്ളിലുള്ള സ്വഭാവം. വലത് കൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ കഴിവുകൾ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ലോകം. ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ അവിടെ ഭയം, ആശങ്ക, ഇതൊക്കെ ഇടത് കൈ കൊണ്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഫീലിങ്സ് കൂടുതൽ, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ആശങ്ക, അല്ലെങ്കിൽ സുരക്ഷിത ബോധം, എപ്പോഴും അവർ എല്ലാം സേഫായിട്ട് ചെയ്യണം, സുരക്ഷിതമായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ചിന്താഗതി പുരുഷനെ അപേക്ഷിച്ച് അല്പം കൂടുതലായിട്ടാണ് പലരിലും കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഇടത് കൈക്ക് പ്രാധാന്യമുണ്ട്. പുരുഷനെക്കാട്ടിയും കൂടുതൽ ഉത്തരവാദിത്വ ബോധം സ്ത്രീക്കാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു പുരുഷനെയും സ്ത്രീയും കൂടെ ഏൽപ്പിച്ച് നോക്കിയാൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പല കാര്യങ്ങളും ഓർത്ത് വെച്ച് ചെയ്യാൻ സ്ത്രീക്ക് കഴിവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കഴിവ് കൂടുതലുള്ളത് കൊണ്ട് ഇടത് കൈക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വിരലടയാളങ്ങളിൽ നിരവധി കാര്യങ്ങളുണ്ട്. നമ്മുടെ വിരലടയാളങ്ങൾ എന്ന് വെച്ചാൽ അത് ചാലുകൾ. ഈ ചാലുകൾ കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു കാര്യം സ്പർശനം കൊണ്ട് അറിയുന്നതിലൊക്കെ വിരലടയാളങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഈ ചാലുകളുടെ തന്നെ വികസിത രൂപമാണ് ഈ വലിയ രേഖകൾ. ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ കാണിക്കുന്നതാണ്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരാളുടെ രേഖയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, രേഖ കൊണ്ട് തന്നെ ആളെ അറിയാൻ പറ്റും. പറയണ്ട, സമ്മതിക്കുകയും വേണ്ട, പക്ഷെ രേഖ കൊണ്ട് കറക്റ്റ് ആളെ അറിയാൻ പറ്റും. അവൻ്റെ അനുഭവം നമുക്ക് നേരിട്ട് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാനും പറ്റും. നമ്മൾ പറയുന്നത് കറക്റ്റായിട്ടായിരിക്കും. സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും കറക്റ്റ് അവൻ്റെ സ്വഭാവം അറിയാൻ പറ്റും. ഞാൻ പണ്ട് എൻ്റെ അടുത്ത് ഒരു പയ്യനും ഒരു പെണ്ണൂടെ വന്നു, പൊരുത്തം നോക്കാൻ വന്നപ്പം ഞാനിപ്പം പൊരുത്തമൊന്നും നോക്കുന്നില്ല. ഇപ്പം ഹസ്തരേഖ, ഗ്രഹനില, സംഖ്യാജ്യോതിഷമൊക്കെ ടോട്ടൽ മൊത്തത്തിൽ തലമുടി നാരിയുടെ കീറി മുറിച്ചുള്ള വിശകലനമാണ്. അതിന് സമയം അത് മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ചെയ്യുന്നില്ല. അന്ന് പൊരുത്തം നോക്കുന്നുണ്ട്. അപ്പം വന്നപ്പോഴത്തേന് ഞാൻ പൊരുത്തം നോക്കുമ്പം ഈ 10 പൊരുത്തം നോക്കും, അതോടൊപ്പം കൈരേഖ നോക്കും. കാരണം അപ്പോഴേ പൂർണ്ണമാകത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? കാരണം കൈരേഖ കൃത്യമാണ്, അതറിയാവുന്നവർക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേരും ചേർന്ന് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ഈ കല്യാണത്തോട് എനിക്ക് താല്പര്യമില്ല. അവർ പറഞ്ഞു ഞങ്ങൾ പ്രേമമായിരുന്നു, അപ്പം ഞങ്ങളിത് തന്നെ ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പം ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ഇഷ്ടം. എന്നോട് ചോദിച്ചതിന് ഞാൻ അഭിപ്രായം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇന്നേ വരെ പ്രേമക്കാര്യം നോക്കിയിട്ടില്ല ആരുടെ. അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. നമ്മൾ പറഞ്ഞിട്ടല്ല സ്നേഹിക്കുക ഒക്കെ നിങ്ങൾ പിന്നെ ഞാൻ നോക്കിയിട്ടേ ഇല്ല പ്രേമക്കാര്യം ആരുടെ. കാരണം അതൊക്കെ അവനവൻ്റെ വ്യക്തിപരമായ കാര്യം. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോണം, അല്ലെങ്കിൽ അതിന് ധൈര്യമുള്ളത് അതിന് പോവുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. നമ്മൾ അതിനെക്കുറിച്ച് വേണമെന്നോ വേണ്ടെന്നോ പിന്നീട് അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ കല്യാണം കഴിച്ചു, വർഷങ്ങൾ കഴിഞ്ഞു. അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയുള്ളവരെയൊക്കെ വഴി വെച്ചൊക്കെ കാണുമല്ലോ, അല്ലേ പലരും പറഞ്ഞ് നമ്മൾ അറിയുമല്ലോ. ഈ പയ്യൻ വളരെ പ്രശ്നക്കാരനായി, മദ്യപാനമൊക്കെ അഡിക്ഷനായി, വീട്ടിൽ ഉപദ്രവമായി, അവനെ ഡി അഡിക്ഷൻ സെൻ്ററിലാക്കി. അങ്ങനെയൊക്കെ വളരെ ആ പെണ്ണിപ്പം വേറെയാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി അത് അച്ചട്ടായിട്ട് പോയി. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്, നടന്നു കഴിഞ്ഞല്ല പറഞ്ഞത്. അത് നടന്നു കഴിഞ്ഞ് പറയുന്ന വേറൊരു രീതി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ വേണ്ട എന്നുള്ളത്. അത് എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം. എന്നോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞാൽ. അപ്പോൾ അത് കൃത്യമായിരുന്നു. കാരണം എനിക്ക് സംശയമൊന്നുമില്ല, അന്നും ഇന്നും സംശയമില്ല. എന്ന് പറഞ്ഞ പോലെ ആ കൈരേഖയിലുണ്ട് എന്ന് കരുതി കുറച്ച് ഈശ്വരാധീനവും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സും ദൈവാനുഗ്രഹവും ഒക്കെ ഉണ്ട്, യോജിച്ച് പോകാൻ പറ്റും. അതിനും വഴികളുണ്ട്. പക്ഷേ ഈ ബോധമില്ലാതെ നടക്കുന്നവരൊക്കെ എന്തു ചെയ്യാനാണ്? മദ്യപാന ലഹരി വഴക്കുമൊക്കെ ആയിട്ട് നടക്കുന്നവനെ അവൻ ക്ഷേത്രത്തിൽ പോവില്ലല്ലോ. അങ്ങനെയുള്ളവർ പറഞ്ഞിട്ടും കാര്യമില്ല. അതാണ് അതിനകത്ത് വേറൊരു കാര്യം. അപ്പം ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, കൈരേഖകളിൽ അല്ലെങ്കിൽ അവരുടെ ഗ്രഹനിലയിൽ ഒക്കെ നിരവധി കാര്യങ്ങളുണ്ട്. ഈ അടുത്തിടെ ഞാനൊരു പയ്യൻ്റെ ഗ്രഹനില പരിശോധിച്ചു. അപ്പോൾ ആ പയ്യന് എനിക്ക് വളരെ വളരെ സ്നേഹം തോന്നിയ ഒരു പയ്യനാണ്. നല്ല പാവം പിടിച്ചൊരു പയ്യനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ധനം. അപ്പോൾ ആ പയ്യന് ഒരു വലിയ കാര്യത്തിന് വേണ്ടി കുറച്ച് പൈസ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ, പണം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ആ പയ്യൻ്റെ അമ്മ പറഞ്ഞു കുറേ പൈസ
മുൻപ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സൂക്ഷിക്കണം, ഇനി സാധ്യത ഉണ്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ആദ്യമായിട്ട് കാണുന്നവർ കൈരേഖയിൽ ബുദ്ധിരേഖയിൽ പല ഭാഗങ്ങൾ പരിശോധിച്ചവൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. അത് കൃത്യമാണ്. ശ്രദ്ധിച്ച ആർക്ക് കൊള്ളാം? അവരവർക്ക് കൊള്ളാം. ശ്രദ്ധിച്ചില്ലെങ്കിലും ആർക്ക് പോയി? അവനവന് പോയി. നമ്മളത് നമുക്ക് ശരിയെന്ന് തോന്നുന്നു പറയും, അത് ഉറച്ചു തന്നെയാണ് പറയുന്നത്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ നല്ല കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്, നല്ല കാര്യം മാത്രമേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. കാരണം ഇന്നും ആ കൈരേഖയിലെ ആ ബുദ്ധിരേഖ എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട്. ചിലതങ്ങനെ എൻ്റെ മൈൻഡിൽ കിടക്കും വർഷങ്ങൾ കഴിഞ്ഞാലും. കാരണം അതെൻ്റെ മനസ്സിനെ ടച്ച് ചെയ്ത ഒരു ബുദ്ധിരേഖയാണ്. ഇനി അയാൾക്ക് സാമ്പത്തികമായ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അതിന് കൃത്യമായിട്ട് അങ്ങനെ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി ഭദ്രകാളിയുടെ 2 രഹസ്യവിദ്യകൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഭദ്രകാളിയുടെ 2 രഹസ്യവിദ്യകൾ പറഞ്ഞു കൊടുത്താൽ വിട്ട്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നമുക്കിപ്പോൾ ജ്യോതിഷമായിക്കോട്ടെ, ഹസ്തരേഖ ആയിക്കോട്ടെ, ഗ്രഹനില ആയിക്കോട്ടെ, സംഖ്യാ ജ്യോതിഷമായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രാണായാമം, ശരനൂൽ വിദ്യ ആയിക്കോട്ടെ, ആത്മീയമായ അറിവുകളായിക്കോട്ടെ, ഇതൊക്കെ ജീവിതം മാറ്റാൻ വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കാൻ പറ്റും. ചുമ്മാതെ കുറേ കാര്യങ്ങൾ പറയുന്നതിലോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടു, എങ്ങനെ ഒരു ദിവസം തുടങ്ങണമെന്നതിനെക്കുറിച്ച്. നിങ്ങൾ ഏത് കാല് വെച്ച് എഴുന്നേൽക്കണം, കിടക്കപ്പായെന്ന് എങ്ങനെ എഴുന്നേൽക്കണം, ആഹാരം കഴിക്കുന്നതിന് മുമ്പേ, വെള്ളം കുടിക്കുന്നതിന് മുമ്പേ ഏത് മന്ത്രം ജപിക്കണം എന്നൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ഇട്ടു. സത്യം ഞാൻ പറയുകയാണ്, അങ്ങനെ ചെയ്തവർക്കെല്ലാം അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ വീഡിയോ കണ്ട് എത്ര പേര് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ വീഡിയോയ്ക്ക് ഏറ്റവും കുറച്ച് ആളുകളാണ് കണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പല നല്ല കാര്യങ്ങളും വൈകിയേ അറിയാറുള്ളൂ. അത് ആരുടെയും കുറ്റമല്ല, എൻ്റെയോ നിങ്ങളുടെയോ കുറ്റമല്ല. അത് ദൈവം തമ്പുരാൻ വിചാരിക്കണം. അപ്പോൾ ഈ ഓം നമോ നാരായണായ തന്നെ, ഓം നമോ നാരായണായ എന്ന മന്ത്രം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്ത് ഒരുപാട് രഹസ്യമുള്ള ശക്തിയുള്ളൊരു മന്ത്രമാണ്. ഈ മന്ത്രം നിങ്ങൾ ഭക്തിയോടെ, വിശ്വാസത്തോടെ ഒരു വ്യക്തിയെ ചിന്തിച്ച് സന്തോഷത്തോടെ, എങ്ങനെ ഓം നമോ നാരായണായ, ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആ സന്തോഷം വരണം. അങ്ങനെ സന്തോഷത്തോടെ ഓം നമോ നാരായണായ ഒരു വ്യക്തിയെ ചിന്തിച്ച് ജപിച്ചാൽ പോലും ആ വ്യക്തി മാറും. ഇത് നിരവധി ആളുകൾ ചെയ്ത് ഫലമുണ്ടായ കാര്യമാണ്. കൃത്യമായിട്ട് എത്ര വഴക്ക് പിടിക്കുന്നവനാണെങ്കിലും, എത്ര അലമ്പുണ്ടാക്കുന്നവനാണെങ്കിലും, എത്ര പ്രശ്നക്കാരാണെങ്കിലും മര്യാദക്കാരനാകും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, രക്ഷപ്പെടും. ഓം നമോ നാരായണ സന്തോഷത്തോടു കൂടി വേണം, ഉള്ളിൽ നിന്ന് ചിരിച്ചുകൊണ്ട്. മനസ്സിലായില്ലേ? ഓം നമോ നാരായണായ ആ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട്, വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഓം നമോ നാരായണായ. രഹസ്യവിദ്യ ഇത് എപ്പോഴും ജപിക്കാൻ പാകുണ്ട്. പക്ഷെ ഇതൊക്കെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് ആളുകൾ അധികം കാണാറില്ല. കാരണം ആരുടെയും കുറ്റമല്ല, നല്ല കാര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ അറിയാറില്ല എന്നുള്ളത്. അറിഞ്ഞാൽ നമ്മുടെ ജീവിതം അതുകൊണ്ട് മാറി. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലെങ്കിൽ, ഇന്നോളം നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. ജീവിതം മാറുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. അല്ല, നമ്മൾ ഏത് കാര്യത്തിലും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾക്കായിക്കോട്ടെ ആർക്കായിക്കോട്ടെ കഴിവില്ലാത്തതുകൊണ്ടല്ല. ഒന്ന്, നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് വേണ്ട പോലെ അറിയാത്തത് കൊണ്ടാണ്. 2, നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് വേണ്ട രീതിയിൽ അറിഞ്ഞാലും ആ കാര്യത്തിന് ശരിയായ രീതിയിൽ നമുക്ക് അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ്. ഈ 2 കാര്യം കൊണ്ടാണ് നമ്മൾ ഏത് കാര്യത്തിലും പരാജയപ്പെടുന്നത്. അല്ലാതെ കഴിവില്ലാത്തതുകൊണ്ടോ അറിവില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏത് കാര്യത്തിലും വിജയിക്കാൻ പറ്റും. ഇനി തന്ത്ര പൂജ, അങ്ങനെ തന്ത്ര സംവിധാനങ്ങളെ കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് ഈശ്വരൻ വിചാരിക്കുന്ന പോലെ നടക്കത്തുള്ളൂ. ശിവരാത്രിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് സത്യം പറയാൻ കുറച്ച് വിഷമം തോന്നി. അപ്പം മറ്റൊന്നും കൊണ്ടല്ല, അതൊന്നും അധികം ആളുകൾ കണ്ടിട്ടില്ല. കാരണം അതിൻ്റെ അകത്ത് ഞാൻ നാമ ശിവായ ഈ 5 അക്ഷരം കൊണ്ടുള്ള സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. ഈ സ്തോത്രം ആര് ജപിച്ചാലും ശിവരാത്രിയുടെ അന്ന് രാവിലെ ആര് ജപിച്ചാലും അവർ ശിവലോകം പ്രാപിക്കും. അവർക്ക് സമസ്ത പാപങ്ങളും അവരുടെ ശമിക്കും. ശിവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ശിവനാണ് മഹാലക്ഷ്മിക്കും കുബേരനും ധനം കൊടുത്ത്, ആ ഭഗവാൻ എല്ലാ ഐശ്വര്യം കൊടുക്കും. അപ്പോൾ അതെല്ലാവർക്കും ഗുണമാകട്ടെ എന്ന് കരുതി ഞാൻ മെനക്കെട്ടിരുന്ന് അത്രയും കാര്യങ്ങൾ
അതെല്ലാം ആ സ്തോത്രം തന്നെ നമ്മൾ എഴുതിയിടാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അല്ലെങ്കിൽ ആ സ്തോത്രം ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം തയ്യാറാക്കാൻ വേണ്ടി അങ്ങനെ വളരെ സമയമെടുത്ത് വളരെ പ്രാർത്ഥനയോടെ ഇതെല്ലാവർക്കും ആ ശിവരാത്രിക്ക് പ്രയോജനപ്പെട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും കുറച്ച് ആളുകൾ അത് കണ്ടിരിക്കുന്നത്. എനിക്ക് മാനസികമായിട്ടൊരു വിഷമം തോന്നി. ഞാൻ വിചാരിച്ചു, ഈശ്വരാന്ന് ഞാനത് വിളിച്ചു. സത്യമായിട്ട്, ഈശ്വര, ഇതൊന്നും ആർക്കും അറിയേണ്ടല്ലോ. വേറെ എന്നാങ്കിലും ഞാനൊരു 1000 പട്ടം എടുത്ത് ചുമ്മാ പറത്തുവാണെങ്കിൽ അതിന് ചിലപ്പോൾ ഒരുപാട് ആളുകൾ കാണും. ഒരു രസമാണ് അത്. കാരണം അതൊരു എൻ്റർടൈൻമെൻറ്റാണ്. അതുകൊണ്ടാണ്, അല്ലാതെ പ്രയോജനം ഉള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞ പോലെ കാണുന്നവർക്കൊരു അനുഭവം, അത്രയേ ഉള്ളൂ. കാരണം അതിൻ്റെ അകത്ത് കാണുന്നവനും ഗുണമില്ല. അതിപ്പോൾ പട്ടം പറത്തിക്കൊണ്ട് പ്രത്യേകിച്ച് പട്ടം പറക്കുമെന്നല്ലാതെ അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളും വരുന്നില്ല. പക്ഷെ ഇത് കാണുമ്പോൾ ഒരു രസം, ഈ രസമുള്ളതിൻ്റെ പുറകെയാണ് ആളുകളെല്ലാം. അല്ലാതെ നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളും രസമുള്ളതും കാണണം. കാരണം മനസ്സിനൊരു സന്തോഷം കിട്ടുന്നതാണ് പുതിയ അനുഭവങ്ങൾ. പക്ഷെ അതോടൊപ്പം നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളിലൂടെ മനസ്സിലാക്കണം. അത് നന്നായിരിക്കും. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എത്രയോ ഋഷി പരമ്പരകളിൽ നിന്ന് കിട്ടിയ, ഞാൻ പറഞ്ഞല്ലോ ക്രിയായോഗ ഞാൻ സ്വീകരിച്ചതാണ്. ഞാൻ പല സമാധി മണ്ഡപങ്ങളിലും പോയി ധ്യാനിക്കാറുണ്ട്. ആചാര്യന്മാർ, ഋഷീശ്വരന്മാർ, അങ്ങനെയൊക്കെയുള്ള പലയിടത്തു നിന്നും കിട്ടുന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ കുറ്റമല്ല, അതിനൊരു വില തോന്നത്തില്ല. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. നിങ്ങൾക്ക് പക്ഷെ വില ഉണ്ടാകും. നിങ്ങൾ ഏതെങ്കിലും ജന്മത്തിൽ അലിഞ്ഞ് തിരിഞ്ഞ് ഇത്തരം അറിവുകളൊക്കെ മനസ്സിലാക്കുമ്പോൾ അന്ന് അതിന് വില കാണും. ഇത് നമ്മൾ വെറുതെ പറഞ്ഞു തരുമ്പോൾ അതിന് വില കാണത്തില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളായിട്ട് തോന്നുന്നത്. ഇപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ പരമാവധി അറിയാൻ ശ്രമിക്കുക. എൻ്റെ എന്നല്ല, ആരുടെ വീഡിയോ ആണെങ്കിലും നല്ല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. നല്ലതിനെ സ്വീകരിക്കുക, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതിനെ സ്വീകരിക്കുക. എൻ്റെ നല്ല ആരുടെ ആണെങ്കിലും അതിനെ ഫോളോ ചെയ്യുക. ഞാൻ എൻ്റെ അറിവുകളും എൻ്റെ കാഴ്ചപ്പാടുകളുമാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ല തള്ളിക്കളയുക. എൻ്റെ എല്ലാ വീഡിയോകളും അങ്ങനെ തന്നെയാണ്. എൻ്റെ അറിവും എൻ്റെ കാഴ്ചപ്പാടുമാണ്. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ല തള്ളിക്കളയുക. അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ അറിവും എൻ്റെ കാഴ്ചപ്പാടും പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശുഭോഹം ശുഭോഹം ശുഭോഹം.